പൊൻകുന്നം എന്നുള്ള പേര് വന്നത് ഇതേപോലെ തന്നെ ഈ റോഡ് ഇങ്ങനെ പണിത് പോകുന്ന സമയത്ത് ഈ വിഷമുള്ളുകൾ ഉള്ള ചെടികൾ അതിഭീകരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലം. അന്ന് പൊൻകുന്നം നല്ല പേര്. അപ്പോൾ ഇത് ആ മുൾച്ചെടികൾ വകഞ്ഞു മാറ്റി അത് വൃത്തിയാക്കി റോഡ് പണിയാൻ തൊഴിലാളികൾക്ക് കഴിയാതെ വന്നപ്പം ഈ മൺട്രോ സാഹിബ് വന്നിട്ട് അദ്ദേഹം കയ്യിലിരുന്ന വലിയ കിഴിയിൽ നിന്ന് പൊൻപണം എടുത്ത് ഈ ഈ മുള്ളുകൾക്കിടയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറക്കിയെടുക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി തൊഴിലാളികൾ ഇറങ്ങി ഈ മുള്ളു വെട്ടി ആ റോഡ് വികസിപ്പിച്ചത്. അങ്ങനെയാണ് പൊൻകുന്നം എന്ന് പറയുന്ന വാക്ക് വന്നതെന്നാണ് കഥകൾ പറയുന്നത്. ഇതിനെ ചരിത്രം പഠിക്കുന്നവർ രസകരമായിട്ട് പറഞ്ഞു പോകുന്നത്. അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ റോഡുകൾ നമ്മൾ പണിത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ അപ്പച്ചൻ്റെ അപ്പച്ചന്മാരൊക്കെ നടന്നും കാളവണ്ടിയിൽ യാത്ര ചെയ്തും അല്ലെങ്കിൽ കൈവണ്ടികൾ യാത്ര ചെയ്തും ഗതാഗതത്തിന് ഉപയോഗിച്ച റോഡുകളാണ് നമ്മുടെ നാട്ടിൽ റോഡുകളെല്ലാം. കേരളത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന റോഡുകളെല്ലാം. ദേശീയപാത നമുക്കെടുക്കാം. ദേശീയപാത ഇപ്പം അതാണല്ലോ ഇപ്പോൾ വലിയ ടോൾ വരാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് സമരങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ വല്യപ്പൻ്റെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടന്നും കഷ്ടപ്പെട്ടും അവർക്ക് കിട്ടിയ റോഡാണത്. അത് നമ്മുടെ അവകാശവസാനം. ഒരു പൈസ പോലും കൊടുക്കാതെ സൗജന്യമായി നമ്മൾ യാത്ര ചെയ്തു പോയ സ്ഥലമാണ് ഈ റോഡുകൾ. ആ റോഡാണിപ്പോൾ സംസ്ഥാന സർക്കാർ വന്നിട്ട് നമ്മുടെ ഇത് റോഡിൽ ഇറങ്ങുന്നതിന് നികുതി, വാഹനത്തിന് നികുതി, പെട്രോളിന് നികുതി, GST ഇതെല്ലാം വാങ്ങിച്ച്. ഇത് വാങ്ങിക്കുന്ന എന്തിനാ? റോഡ് ടാക്സ് വാങ്ങിക്കുന്ന എന്തിനാ? റോഡിൽ ഇറങ്ങുന്നതിന് നമുക്ക് സൗകര്യം തരാൻ വേണ്ടിയാണ്. പെട്രോളിന് ടാക്സ് എന്തിനാ? ഈ ടാക്സുകൾ വാങ്ങി കോടാനുകോടി രൂപയാണ് പിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് പണം ഉപയോഗിച്ച് റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് നല്ല ഗതാഗത സൗകര്യം തരാൻ വേണ്ടിയാണ് സർക്കാർ ഇരിക്കുന്നത്. ഇതിന് പകരം ഇവർ ചെയ്യുന്ന പരിപാടി, ഈ ഇത്രയും ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യമായി നമ്മൾ കിട്ടിയ റോഡ് ഏറ്റെടുത്ത് അതിൻ്റെ സൈഡിൽ നമ്മളെല്ലാം ഒഴിപ്പിച്ച് ആ റോഡ് ഏറ്റെടുത്ത് ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് പറയാം നീ ഇനി മുതൽ കാശ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമരമല്ല, വിപ്ലവം നടക്കണം കേരളത്തിൽ.